ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇവിടെ അടിപൊളിയായിട്ട് സുഖമായിട്ട് അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതാ ഒരു 2 ദിവസം പനിച്ചൊക്കെ കിടന്ന് ഒന്ന് റെഡിയായി വന്നതാണ്. നമ്മൾ പനിച്ച് കിടന്നാൽ പിന്നെ വീടിൻ്റെ ആ ഒരു അവസ്ഥ പറയാതിരിക്കലേ നല്ലത്. അപ്പം ഇതും ഉള്ളതുകൊണ്ട് കുറേയൊക്കെ ചെറിയ ക്ലീനിങ് പരിപാടിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോഴും അങ്ങോട്ട് എനിക്ക് റെഡി ആയിട്ട് കേട്ടോ. ഇന്നലെ പിന്നെ ഒന്നും നോക്കിയില്ല, നല്ല തല നനച്ച് അങ്ങോട്ട് കുളിച്ച് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഞാൻ വേഗം കിച്ചണിക്ക് അങ്ങോട്ട് കയറുകയാണ്. അപ്പം ഇന്ന് കടല വെള്ളത്തിലിട്ടിട്ടാണ് ഗ്രീൻ പീസ്. അപ്പോൾ ഗ്രീൻ പീസ് കറിയും പുട്ടും ഉണ്ടാക്കാനാണ് ഇന്ന് എൻ്റെ പ്ലാന്. അപ്പോൾ അത് വെള്ളത്തിലിട്ടിട്ടുണ്ട്, നല്ല പൊതിർന്ന് സെറ്റായി കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇത് കഴുകിയിട്ട് അടുപ്പത്ത് കുക്കറിൽ അങ്ങോട്ട് വെക്കാം. അപ്പോൾ ഒരു ഉരുളക്കിഴങ്ങ് ഇങ്ങനെ ജസ്റ്റ് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ വാങ്ങിയാൽ. അപ്പോൾ അത് ഒന്നായതുകൊണ്ട് തന്നെ നമുക്ക് ഉരുളക്കിഴങ്ങ് കറി മാത്രം ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ കരുതി ഇതിലേക്ക് കട്ട് ചെയ്തിടാമെന്ന്. അങ്ങനെ പിന്നെ ഗ്രീൻ പീസ് നന്നായിട്ട് കഴുകി വെച്ചു. പിന്നെ ഉരുളക്കിഴങ്ങും തക്കാളിയും കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ അടുപ്പത്ത് വെക്കാമെന്ന് കരുതി. പിന്നെ തൂമിക്കുമ്പോൾ നമുക്ക് ഉള്ളിയൊക്കെ ഇട്ടിട്ട് തൂമിക്കാമല്ലോ. ഞാൻ ആ തെരഞ്ഞതൊക്കെ കത്തിയാണ് കേട്ടോ. കത്തി ചിലപ്പോൾ വെക്കുമ്പോൾ ഞാൻ വെക്കുന്ന സ്ഥലത്ത് തെരഞ്ഞാൽ കാണൂല. ഇതുമ്പോൾ ഈ മാങ്ങ ചെത്താനും ഓരോന്നിനൊക്കെ എടുക്കുന്നതാണ്. അങ്ങനെ അത് അവിടെയും ഇവിടെ ഇട്ടിട്ട് കാണാത്തതാണ് കേട്ടോ. എന്നാലും ഞാൻ വേഗം അത് അടുപ്പത്ത് വെച്ചിട്ടാണ് നമുക്ക് ആ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കാൻ. അതോടെ വേവുന്ന നേരം കൊണ്ട് നമുക്ക് ഇവിടെയൊക്കെ ക്ലീൻ ആക്കാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ വേഗം അതൊക്കെ അരിഞ്ഞിട്ടുണ്ട്. വേഗം കുക്കറിൽ അടുപ്പത്ത് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ഇന്നലെ വെച്ച ചോറ് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് പുട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. പുട്ടുപൊടി ഇല്ല, നമുക്ക് പത്തിരിപ്പൊടി കൊണ്ടാണ് ഇന്ന് പുട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ വേഗം അടുപ്പത്ത് വെച്ചു. പിന്നെ മസാലപ്പൊടികൾ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ ഗരം മസാലയും മാത്രം ഇട്ട് കൊടുത്തു. തൂമിക്കുമ്പോൾ നമുക്കൊക്കെ ഒന്ന് ഉള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് തൂമിച്ച് എടുക്കാം. അങ്ങനെ അതവിടെ കിടന്ന് വേവിട്ടപ്പോഴേക്കും ഞാൻ ഈ ചോറ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നേ. അത് നന്നായിട്ട് കഴുകി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് ഒന്ന് ഉറച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് 2-3 പ്രാവശ്യം കഴുകി മിക്സിയിൽ അരച്ചെടുക്കുകയാണ്. അപ്പം ഈ ഒരു മിക്സിയിലാണ് ഞാൻ അരച്ചെടുക്കൽ കേട്ടോ. അപ്പോൾ അതിലേക്ക് ഇട്ടു. കുറച്ച് മതി നമുക്ക് ഈ ചോറുകൊണ്ട് പുട്ട്, നമുക്ക് കുറച്ച് പുട്ട് മതിയല്ലോ. അപ്പോൾ കുറച്ച് മതി. എന്നാലും ഞാൻ ഉള്ളതാണ് ഫുള്ളായിട്ട് ഇട്ടു. പിന്നെ ഇനിയിപ്പോൾ ബാലൻസ് വെക്കണ്ടല്ലോ, ഇനി ഫ്രിഡ്ജിലേക്ക് വെക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് കുറച്ച് ചോറിൻ്റെ അത്ര വെള്ളം ഒഴിക്കണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. കുറച്ച് കട്ടിയിൽ ചോറ് അരച്ച് ചേർത്താൽ സോഫ്റ്റ്, നമ്മുടെ പുട്ടിൻ്റെ സോഫ്റ്റ് കൂടുമല്ലോ. അങ്ങനെ അത് നന്നായിട്ട് അരച്ചെടുത്തിട്ട്, പക്ഷേ ഇതിൻ്റെ കുറച്ച് വെള്ളം കൂടിപ്പോയിട്ടോ. ഞാൻ നോക്കിയപ്പോൾ അരിഞ്ഞപ്പോഴാണ് കുറച്ച് വെള്ളം കൂടിപ്പോയി. ഇതിലേറെ ഒന്നും കൂടി കട്ടിയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് പുട്ട് ആ ഒരു ചോറിൻ്റെ കട്ടിയിൽ തന്നെ നമ്മൾ സെറ്റാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നല്ല സോഫ്റ്റാണ് കേട്ടോ പുട്ട്. നമുക്ക് നല്ല പുട്ടുപൊടി കൊണ്ട് ഉണ്ടാക്കണ പോലെ തന്നെ ഉണ്ടാവും. അതിൽ കുറേശ്ശെ ഇങ്ങനെ ഒഴിച്ച് അതൊക്കെ മൺപിടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങ പൊട്ടിച്ചു. രാവിലെ തന്നെ ആകുമ്പോൾ എനിക്ക് തേങ്ങാ വെള്ളം കുടിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. ഒരു ഉച്ച ടൈമിലൊക്കെ ആണെങ്കിൽ നമുക്ക് ആ വെള്ളത്തിനൊക്കെ ഭയങ്കര ആഗ്രഹക്കാരം. അപ്പോൾ ഇപ്പം ഞാൻ ഈ വോയിസ് എടുക്കുന്ന സമയത്ത് ആ തേങ്ങാ വെള്ളം ഞാൻ കളഞ്ഞല്ലോ എന്ന് എനിക്കിങ്ങനെ തോന്നുക. അപ്പോൾ ഞാൻ ഏതായാലും തേങ്ങ ചിരണ്ടി കേട്ടോ, ആ തേങ്ങ ഫുള്ളായിട്ടാണ് ചിരണ്ടി വെക്കാമെന്ന് കരുതി. പിന്നെ എന്തെങ്കിലുമൊക്കെ കറി ഉണ്ടാക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് എടുക്കാമല്ലോ. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ കണ്ട് വെക്കാമെന്നൊക്കെ വിചാരിച്ച് ഫുള്ളായിട്ടാണ് ചിരണ്ടിയാണ്. അപ്പോൾ ഏതായാലും കുറച്ച് ചിരണ്ടിയിട്ട് നമുക്ക് വേഗം പുട്ട് അടുപ്പത്ത് വെക്കാം. എന്നാൽ പിന്നെ അത് വെന്തോളൂല്ലോ, പിന്നെ ബാക്കി ചിരണ്ടാന്ന് കരുതി. അങ്ങനെ കുറച്ച് ചിരണ്ടിയപ്പോഴൊക്കെയാണ് ഞാൻ കറണ്ട് അടുപ്പുമേൽ പുട്ടിനുള്ള ആവിക്ക് തിളക്കാനുള്ള വെള്ളം കറണ്ട് അടുപ്പുമേൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതവിടെ വെച്ചാണ്ട് പിന്നെ അവിടെ കുക്കറല്ല നമ്മളെ കടല വെന്തപ്പോൾ ഞാനത് മാറ്റി വെച്ചിട്ട് ഇത് വെച്ചു, പുട്ട് ചൂടാനുള്ള പാത്രം വെച്ചു. അപ്പോൾ വെള്ളം കരണ്ടടുപ്പം വെച്ചാൽ വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൽ കൊണ്ടുപോയി ഒഴിച്ചിട്ട് നമ്മൾ ആദ്യത്തെ കുറ്റി വേഗം വെക്കുകയാണ് കേട്ടോ. പിന്നെ ബാക്കി തേങ്ങ ചിരണ്ടിയാൽ മതിയല്ലോ. അങ്ങനെ അതാ പുട്ട് ഒക്കെ അടുപ്പത്ത് വെക്കുന്നുണ്ട്. പിന്നെ ഇപ്പോഴും എനിക്ക് പനി ഫുള്ളായിട്ട് അങ്ങോട്ട് മാറിയിട്ടില്ല കേട്ടോ. ഒരു സുഖമില്ലാത്തൊരു ക്ഷീണവും കാര്യങ്ങളൊക്കെ എന്താണെന്നറിയില്ല. പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് ഉണ്ടായതാണ്. ഇപ്പം മതി വെഡിങ് ആനിവേഴ്സറി കഴിഞ്ഞ് വന്ന് ജസ്റ്റ് ഒന്ന് കിടന്നത് പിന്നെ എനിക്ക് എണീക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. ഭയങ്കര തലവേദനയും പിന്നെ പനി പനിക്കട്ടോ. പിന്നെ ഗുളികയൊക്കെ കുടിച്ച് ഒരുവിധം എന്താണെന്ന് കാരണം കൂടി മനസ്സിലാവാത്ത ഒരു പനി ഒറ്റ ദിവസം അതന്നെയുള്ളൂ. പിന്നെ 2-3 ഗുളിക കുടിച്ചപ്പോൾ റെഡിയായി ചെയ്തു. പക്ഷേ ഇപ്പോൾ പനി ഇല്ലെങ്കിലും ഭയങ്കര എന്തോ ഒരു നമുക്കൊരു ക്ഷീണമാണ്. എന്തെങ്കിലുമൊക്കെ ജോലി നമ്മളിപ്പോൾ രാവിലത്തെ ഉച്ചവരെയുള്ള പണിയൊന്നും തുടർച്ചയായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. കുറച്ചെടുത്ത് പിന്നെ കുറച്ച് റെസ്റ്റ് എടുക്കണം. റെസ്റ്റാണ് ഇപ്പോൾ മുഖ്യം. അപ്പോൾ എന്തായാലും 2-3 ദിവസമായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അതായത് നമുക്ക് നോക്കാം, 3 ദിവസം 4 ദിവസം കൂടിയൊക്കെ നോക്കാം. അതിൽ ഞാൻ പുട്ടൊക്കെ ശരിയാക്കുന്ന സമയത്താണ് തുത്തു വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ആ വീഡിയോ കോൾക്ക് തന്നെ ഉമ്മാനെ ആഡ് ചെയ്തിട്ട്, ഓള് ബാംഗ്ലൂരാണ്. അപ്പോൾ ഓളിപ്പോൾ പിന്നെ മൂത്തച്ഛനും ഇളച്ചനും ഒക്കെ ബാംഗ്ലൂരാണ്. അപ്പോൾ
ഓലെ ഇപ്പം 2 ദിവസമൊക്കെ നിൽക്കാനും അവിടെ ചില്ല് ചെയ്യാൻ വേണ്ടി പോയതാണ്. അപ്പോൾ രാവിലെ ടൈമിലാണ് ഓൾക്കൊന്ന് വിളിക്കാൻ പറ്റുക. ഇപ്പോൾ പണ്ടത്തെ പോലെ ഉച്ചയ്ക്ക് ശേഷം ആദ്യം ഉച്ചയ്ക്ക് ശേഷം എന്നല്ലേ വിളിക്കില്ല. അപ്പോൾ ഓളിപ്പോൾ 2 ദിവസം അവിടെ നിൽക്കുക. ടൈമിൽ ഉച്ചയ്ക്ക് ശേഷം വിളിക്കാൻ പറ്റണില്ല കേട്ടോ. ഭയങ്കര ഒരു 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 ഒഴിവാണ് ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം. നമുക്ക് ഒരു 5 മണിക്കൊക്കെ ഞങ്ങൾ വീഡിയോ കോൾ സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ ഒരു 7 മണി വരെയൊക്കെ അതങ്ങ് നീണ്ടുപോകും. ചിലപ്പോൾ 7 മണി 8 മണി 2-3 മണിക്കൂറൊക്കെ നീണ്ടുപോകും. നമ്മളെ പണി ഇങ്ങനെ എടുക്കുമായിരിക്കും, വീഡിയോ കോൾ അവിടെ ഉണ്ടാവും, ഹെഡ്സെറ്റും വെക്കും. അപ്പം എന്താ വെച്ചാൽ നമ്മളെ പണി നടക്കും. ഇപ്പോൾ പിന്നെ അലക്കുകയാണെങ്കിൽ അങ്ങനെ നടക്കും, നമ്മളിപ്പോൾ പാത്രം കഴുകുകയാണെങ്കിൽ അതും നടക്കും, എല്ലാം നടക്കും. പക്ഷേ വീഡിയോ കോളിൽ എല്ലാവരും ഉണ്ടാവും, ഉമ്മയും ഉണ്ടാവും, ഓളും ഉണ്ടാവും, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്നവർക്ക് അറിയുന്നതാവും. അപ്പോൾ പിന്നെ ഇപ്പോൾ ആ ഒരു സംഭവം ഇല്ലാത്തത് കൊണ്ട് എന്തൊക്കെയോ മിസ്സിങ് ഉണ്ട്. എന്നാലും ഓള് രാവിലെ ഒരു 10 മിനിറ്റെങ്കിലും വിളിക്കും. ഓക്കും ഇടങ്ങേറുണ്ടാവും ഇക്കാരം. അപ്പോൾ രാവിലെ വിളിച്ചിട്ട് ഉമ്മാനെ ആഡ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് സംസാരിച്ച് വെക്കും കേട്ടോ. അപ്പോൾ പിന്നെ അപ്പോഴേക്കും അത് ഓളോട് സംസാരിച്ചു കൊണ്ടാണ് പിന്നത്തെ എൻ്റെ പണിയും കുക്കിങ്ങും ഒക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി വെച്ച് അപ്പോൾ അവന് ഇതുമ്മ മദ്രസ ഇട്ടത് വന്നിട്ടാണ് പിന്നെ എന്ത് ചെയ്യുക, നമ്മൾ ഫുഡ് കഴിക്കുക. അപ്പം മൂപ്പരും അപ്പോഴേ കഴിക്കുള്ളൂ. ഓളും കൂടി ഇല്ലെങ്കിൽ എന്താവും അവസ്ഥ എന്ന് എപ്പോഴും ചിന്തിക്കലുണ്ട് കേട്ടോ. പിന്നെ ആദ്യം ഇനും മോളും എന്ന് പറയണത് 3 വയസ്സിൻ്റെ ഗ്യാപ്പുള്ളൂ. അപ്പോൾ ഓല് രണ്ടാളും ഉണ്ടായി കഴിഞ്ഞ് പിന്നെ ഇനി കുട്ടികൾ ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചിരുന്നു ഞാൻ. പിന്നെ 10 വയസ്സ് കഴിഞ്ഞാലാണ് ഇതും ഉണ്ടായത്. അപ്പം സത്യം പറഞ്ഞാൽ അത്രയും ഗ്യാപ്പ് വന്ന് ഉണ്ടായപ്പോൾ ഭയങ്കര പിന്നെ നമുക്ക് ആ ഒരു കുട്ടികളെ വളർത്തുന്ന ശീലവും ആ ഒരു സംഭവമൊക്കെ ടച്ചൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ എന്താ പറയുക, ആ ഒരു ചെറിയ കുട്ടികളാകുമ്പോഴുള്ള ഒരു സംഭവങ്ങളുണ്ട് അതൊക്കെ. അപ്പോൾ ഇങ്ങനെ വിചാരിച്ചു ഇനി ഇപ്പോൾ ഇത് 3ാമത്തെ കുട്ടി ഇപ്പോൾ പിന്നെ ഈ ഒരു വൈകി ഉണ്ടായപ്പോൾ എനിക്ക് ഭയങ്കര ഇടങ്ങേറായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു പിന്നെ മോളും നീനൊക്കെ ഇപ്പോൾ പോയി, ഓലൊക്കെ വലുതായി, മോളുടെ കല്യാണം കഴിഞ്ഞ് പോയി. നീനുട്ടാണെങ്കിൽ ഓളെ പഠിത്തം ജോലി എന്ന് പറഞ്ഞ ഓളും പോയി. അപ്പോൾ എനിക്ക് ഇതും കൂടി ഇല്ലെങ്കിൽ എൻ്റെ അമ്മേ പേരൻ്റെ അവസ്ഥ എന്ത്. കാരണം ഞാനും എൻ്റെ ഹസ്ബൻഡും മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഓളുള്ളത് കൊണ്ട് ഒരു പെരക്ക് അനക്കും കുലുക്കൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഓല് ചായ കുടിച്ചപ്പോൾ പിന്നെ ഞാൻ ആ നേരത്തെ ചായ കുടിക്കാൻ ഇരുന്നില്ല കേട്ടോ. ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പം അങ്ങനാണ്ട് പണിയൊന്നും എടുക്കാൻ പിന്നെ ഭയങ്കര മടിക്കാരം. എനിക്കാണെങ്കിൽ ഒന്ന് കുറച്ചെങ്കിലും ക്ലീൻ ചെയ്യണം. ഇതും എന്നും അടിച്ചു വാരി ഇടും. ചിലപ്പോൾ ഓള് പിന്നെ ഒരു ആള് നമ്മളെ സോഫയൊക്കെ ഇട്ട ഹാളുണ്ടല്ലോ, അതൊന്ന് ജസ്റ്റ് ഒന്നോളൂ തുടക്കും. അപ്പോൾ പിന്നെ ബാക്കിയുള്ളിടത്തൊക്കെ ഏതായാലും അലമ്പായി കിടക്കുന്നു. അപ്പോൾ കുറച്ചൊന്ന് ക്ലീൻ ആക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ പെരുന്നാളൊക്കെ വരില്ല. ഇനി പെരുന്നാളൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡീപ്പ് ക്ലീനിങ് ഒന്ന് ജസ്റ്റ് ഒന്ന് തട്ടിക്കൊട്ടലൊക്കെ വേണം. ഞാനാണെങ്കിൽ മൊത്തത്തിൽ ഒറ്റ ദിവസം കൊണ്ട് ചെയ്യൂല കേട്ടോ. എനിക്ക് പിന്നെ ഓരോ ദിവസം കുറേശ്ശെ ചെയ്യുള്ളൂ ഞാൻ. അപ്പോൾ ഇതിപ്പോൾ പനിയും കൂടി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ ദിവസം കുറേശ്ശെ എടുക്കുക തന്നെ വേണ്ടി വരും. അപ്പോൾ അതൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് തൽക്കാലം ഒന്ന് അടിച്ച് വാരി തുടക്കട്ടെ. എനിക്ക് എന്തൊക്കെയോ പരന്ന് കിടക്കണ പോലെയും ഒക്കെ തോന്നുക. എന്തായാലും ഞാൻ ചായ കുടിച്ച പാത്രങ്ങളൊക്കെ അപ്പം തന്നെ ഞാൻ കഴുകി വെച്ചു കേട്ടോ. പിന്നെ അപ്പം തന്നെ ഞാൻ കറണ്ട് അടുപ്പിൽ ഒരു കപ്പ് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരു ചായപാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. ചോറും വേഗം വെക്കാമെന്ന് കരുതി. കുറുവ അരി അതിന് ഉണ്ടായിരുന്നത്. റേഷൻ കടത്തെ അരിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ മാസത്തെ റേഷൻ അരി വാങ്ങിയിട്ടില്ല. അപ്പം പിന്നെ കുറുവ അരി കുറച്ച് ഇവിടെ ഉണ്ടായിരുന്നു, അത് വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുക്കറിൽ അങ്ങോട്ട് വെക്കാമെന്ന് കരുതി. അപ്പോൾ പാത്രം കഴുകി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അത് വെള്ളം തളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അരിയും കഴുകി കുക്കറിൽ വെച്ചിരുന്നു. പിന്നെ അത് ഊറ്റി വെച്ചാൽ 2-3 വിസിൽ വേണ്ടി വരും. നമ്മൾ ഈ കുറുവ അരി ആയതുകൊണ്ട് തന്നെ 2-3 വിസിൽ വേണ്ടി വരും. പിന്നെ ഇന്നലെ കൊണ്ടുവന്ന ചിക്കനിൽ കുറച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു, ഫ്രീസറിലാണ്. അപ്പോൾ അതൊന്ന് പൊതിരാനുണ്ട്. അപ്പോൾ അതും വെള്ളം പാർന്നിട്ട് അപ്പോൾ പെരും മഴ കേട്ടോ, നല്ല മഴ. ഈ സമയത്ത് അങ്ങനെ മഴ പെയ്യലില്ല. പിന്നെ ഉച്ചയ്ക്ക് ശേഷമാണല്ലോ മഴ പെയ്യുക. അപ്പോൾ ഞാൻ മഴ കണ്ടാൽ നോക്കി നിൽക്കാത്ത ആൾക്കാരുണ്ടാവില്ലല്ലോ. എത്രയായാലും മഴ എന്ന് പറയുന്നത് എത്ര പെയ്താലും നോക്കി ഇങ്ങനെ നിൽക്കാൻ ഭയങ്കര രസം തന്നെയാണ്. അപ്പോൾ ഞാൻ പുറത്തേക്ക് ഇങ്ങനെ നോക്കി നിന്നു കേട്ടോ. അങ്ങനെ ഉണ്ടോ ആ പറമ്പ് ഉണ്ട്, ആ പറമ്പിലൊക്കെ പിന്നെ നമ്മൾ 2018 എല്ലാ വെള്ളപ്പൊക്കം ഇല്ലേന്നോ ആ സമയത്ത് ഇതാ അവിടെയൊക്കെ മുഴുവൻ വെള്ളമായിരുന്നു. ഞങ്ങളെ മതിലിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് 2 ദിവസം കൂടി മഴ പെയ്താൽ ഞങ്ങളെ വീട്ടിൽ കൂടി വെള്ളം കയറിയിരുന്നു കേട്ടോ. ആ കാണുന്ന വീട്ടിലൊക്കെ വെള്ളം കയറി. എല്ലാ വീട്ടിൽ നിന്നും ആൾക്കാർ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ വീടും പിന്നെ ഒരു 4-5 വീട്ടിൽ മാത്രമേ വെള്ളം കയറാത്തുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ മഴ പെയ്യുമ്പോഴേക്കും നമുക്ക് ഈ വെള്ളപ്പൊക്കമാണ് സത്യം പറഞ്ഞാൽ ഓർമ്മ വരിക. നല്ല രീതിയിലാണ് മഴ പെയ്യുമ്പോഴേക്കും പേടിയായിട്ട്. കാരണം അത്രയും വീട് ഒഴിപ്പിക്കലും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളായിരുന്നു. ഏതായാലും നല്ല പൊരിഞ്ഞ മഴയാണ്. ഇപ്പോൾ കുറച്ച് ഞാൻ ചോറടെ ഇതാവട്ടെ, ഇനി കുറച്ച് ക്ലീനിങ് പരിപാടിയും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പം ചൂലും പാളൊക്കെ എടുത്ത് ഒന്ന് തട്ടിക്കൊട്ടി വിരിച്ചലും പൊതുപ്പും വിരിപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കട്ടെ എന്ന് കരുതി. മുൻഭാഗവും അടിച്ചേരിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ വേഗം മുന്നിക്കാണ് പോകുന്നത് കേട്ടോ. അവിടെ ഒന്ന് ക്ലീൻ ചെയ്തിടട്ടെ എന്ന് കരുതി. അപ്പോൾ ആ സിറ്റൗട്ടത്തെ ചവിട്ടിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടു. ചെരുപ്പുകളൊക്കെ ഇങ്ങനെ അടുക്കി പൊറുക്കി വെച്ച് മുറ്റത്തിൻ്റെ കാര്യം പറയാക്കാൻ നല്ലത്. 2-3 ദിവസമായിട്ട് അങ്ങോട്ടും ഇറങ്ങിയിട്ടില്ല എന്ന്. പിന്നെ അധികം കച്ചറല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. എന്നാലും കുറച്ച് പുല്ലും കാര്യങ്ങളൊക്കെ മുളച്ചിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരമായിട്ട് ഇറങ്ങേണ്ടി വരും. ഇനി രാവിലെ ഏതായാലും കഴിയണില്ല. പിന്നെ വൈകുന്നേരമൊക്കെ നമുക്ക് ഇറങ്ങിയിട്ട് ഇങ്ങനെ മൊത്തത്തിൽ ചെയ്യേണ്ടി വരും എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്.
അപ്പോൾ ഏതായാലും ഞാൻ അടിച്ചു വരാൻ നിന്നപ്പോഴാണ് ഇതും സൈക്കിളെടുത്ത് കടയിലേക്ക് പോകാനിട്ടുള്ളൂ. പപ്പടം വേണം നിർബന്ധം. അപ്പോൾ പപ്പടം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കൊണ്ടുവന്ന് തരാമെന്നും പറഞ്ഞ് സൈക്കിളൊക്കെ എടുത്ത് പോയിട്ടുണ്ട്. സൈക്കിൾ മേലെ ഇനി ഞാൻ ചവിട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് അപ്പുറത്തൊക്കെ ഇട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ചെരുപ്പും കാര്യങ്ങളൊക്കെ ഇത് നമ്മൾ പെട്ടെന്ന് പുറത്തൊക്കെ പോകുമ്പോൾ ഇടാനുള്ള ചെരുപ്പാണ് ഈ ഭാഗത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി നമ്മൾ പുതിയതും കാര്യങ്ങളൊക്കെ ഒരു പെട്ടിയിലാക്കിയിട്ട് ചെറിയ ചെരുപ്പിൻ്റെ പെട്ടി തന്നെ ഉണ്ടാവില്ല ആക്കിയിട്ട് കോണീൻ്റെ താഴത്താട്ട് വെക്കാറുള്ളത്. അപ്പോൾ ഇതിങ്ങനെ നമുക്ക് എപ്പോഴാണ് പെട്ടെന്ന് ഇറങ്ങേണ്ടി വരുമ്പോൾ ചെരുപ്പും തിരഞ്ഞ് നിൽക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഇങ്ങനെ കുറച്ച് നല്ലതൊക്കെ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും അതൊക്കെ ഒന്ന് ഒതുക്കിപ്പെറുക്കിയൊക്കെ വെച്ച് ജസ്റ്റ് ഒന്ന് അടിച്ചു വാരി മാറാലൊക്കെ ഞാനൊന്ന് ആദ്യം ഒന്ന് തട്ടിയിട്ടോ. പിന്നെ ബെഡ്റൂമും കാര്യങ്ങളൊക്കെ പൊതുപ്പും വിരിപ്പൊക്കെ തട്ടിയിട്ട് അവിടെ നിന്ന് അടിച്ചു വാരി ഒക്കെ ഈ ഹാളിക്കണ്ട് ആക്കി വെച്ചിട്ടുണ്ട്. 2 റൂമൊന്നും അടിച്ചെരിയാണ്ട് ഫാനൊക്കെ ഓഫാക്കിയിട്ടുണ്ട്. മൂപ്പർക്ക് ഫാനൊന്നും ഇടാൻ സമ്മതിച്ചില്ല. മഴയൊക്കെ പെയ്തതല്ലേ കുറച്ച് നേരം ഫാൻ ഇടാതെ നിൽക്കട്ടെ എന്നൊക്കെ വിചാരിച്ച് ഞാൻ അവിടെയൊക്കെ ഫാൻ ഓഫാക്കിയിട്ടാണ് പിന്നെ മൊത്തത്തിൽ അവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരി കോണീൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് അടിച്ചേരിട്ടുണ്ടായിരുന്നേ. റൂമൊന്നും കാര്യങ്ങളൊക്കെ അടിച്ചേരിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അടുക്കളയിൽ നിന്ന് വാരിയിട്ടു. പിന്നെ അടുക്കള ഞാൻ ഏറ്റവും ലാസ്റ്റ് നമ്മളെ ഉച്ചക്കത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് കരുതി. അങ്ങനെ പിന്നെ സിറ്റ് ഔട്ട് ഒന്ന് തുടച്ചു. പിന്നെ ഹാളും കാര്യങ്ങളൊക്കെ ഒന്ന് തുടക്കാനും ഇതൊക്കെ പിന്നെ 2 റൂമും കാര്യങ്ങളൊക്കെ എല്ലായിടത്തും ഒന്നാണ് തുടച്ചു കേട്ടോ. പിന്നെ ഇതും പിന്നെ അത്യാവശ്യം ചെയ്തതുകൊണ്ട് നമുക്ക് അത്ര വലിയ അലമ്പുന്നുണ്ടല്ലോ. കുറേയൊക്കെ എൻ്റെ ഒരു ഇതാണ് വൃത്തികേടായി കിടക്കണമെന്നുള്ള. ഏതായാലും നമുക്ക് ഇവിടെയൊക്കെ വൃത്തിയാകാവുന്ന ഒരു പെരുന്നാളിൻ്റെ ക്ലീനിങ് ചെയ്യാനുണ്ട് കേട്ടോ. മൊത്തത്തിൽ സോഫയും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കിയിട്ടും ഉള്ളിലൊക്കെ ഉണ്ടാവും എന്തായാലും കച്ചറയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നീക്കിയിട്ടും ഒക്കെ അടിച്ചാരാനൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇന്നൊരു ഒക്കെ ഒരു നല്ല രീതി നമ്മൾ സാധാ ചെയ്യണ പോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് വേഗം അപ്പോൾ ചോറ് വെന്തുണ്ടായിരുന്നേ. അപ്പോൾ എനിക്ക് തുറന്നു നോക്കിയപ്പോൾ ചെറുതായിട്ടൊരു വേവ് കൂടിയോ എന്നൊരു പേടിച്ചിട്ട് പിന്നെ ഞാൻ ചുടുവെള്ളം ഫ്ലാസ്കത്തെ വെള്ളം ഒഴിച്ചു. അപ്പോൾ പിന്നെ ചുടുവെള്ളം ഒഴിച്ചാൽ ഈ ചോറിൻ്റെ അരിയൊക്കെ ഇങ്ങനെ വിട്ട് വിട്ടുക്കുമല്ലോ. ഈ കുക്കറിൽ ചോറ് വെച്ചാൽ അങ്ങനെ പറയണത് കേട്ടിട്ടുണ്ട് കേട്ടോ, എനിക്കറിയില്ല. അപ്പം ഞാൻ അങ്ങനെ ഫ്ലാസ്കത്തെ വെള്ളം ഒഴിച്ചിട്ട് ഊറ്റിയപ്പോൾ ശരിയായി. പിന്നെ ചോറ് ഊറ്റാനുള്ള ചെമ്പട്ടിയും ഒന്ന് വെള്ളമൊക്കെ വറ്റിച്ച് വെച്ച് എന്നാൽ പിന്നെ നമുക്ക് ഒന്നും കൂടി ഇതാവില്ലല്ലോ വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ ഊറ്റുന്നതിനനുസരിച്ച് അങ്ങനെ ചുടുവെള്ളം ഇങ്ങനെ ഒഴിച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് അരിയൊക്കെ വേറായിട്ട് സെറ്റായി കിട്ടി കേട്ടോ. എന്തായാലും അതൊക്കെ ഊറ്റി റെഡിയാക്കി ഞാൻ കഞ്ഞിയാകുമെന്ന് പേടിച്ച് തുറന്നൊക്കെ പിന്നെ സത്യം പറഞ്ഞാൽ പേടിച്ച് ഒട്ടി നിൽക്കണുണ്ടായിരുന്നു. അതെല്ലാം അടിപൊളിയായി കിട്ടി. പിന്നെ വേഗം ചിക്കൻ കറി അപ്പോൾ ചിക്കൻ ഒരു വെള്ളമൊക്കെ പൊതിർന്ന് അതൊക്കെ പോയി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഉണ്ടോ എന്നാണ് നോക്കിയത് കേട്ടോ അതിൽ മിക്സിയിൽ. അപ്പോൾ അത് ഉണ്ട്, ഇന്നൊക്കെ വെക്കാനൊക്കെ ഉണ്ട്. അതിട്ടിട്ടാണ് വെക്കാമെന്ന് കരുതി. വേഗം പണിയൊക്കെ കഴിച്ചിട്ട് നമുക്ക് കിടക്കണം എന്നുള്ള ഒറ്റൊരു വിചാരം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പുള്ളിയൊക്കെ തൊലിച്ച് കട്ട് ചെയ്യുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ TV ഒക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ TV അല്ല, ഫോണിൽ ഇട്ട് വെച്ചിട്ട് ഇങ്ങനെ കണ്ടിരിക്കുക, അടിച്ചിട്ട് വെച്ച് കണ്ടിരിക്കുക എന്ന് പറയുന്നതാണ് എൻ്റെ ഒരു സംഭവം കേട്ടോ. ഞാൻ പിന്നെ അത് കണ്ടിങ്ങനെ പണി ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ എനിക്ക് കൂടുതൽ ഭാരമുള്ളതായി തോന്നൂല കേട്ടോ. മറ്റേത് പിന്നെ നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ജോലി ചെയ്യണമാതിരി തോന്നും. ഇതും ആണെങ്കിലോ ഒന്നില്ലെങ്കിൽ പിന്നെ ഫോണിങ്ങനെ കണ്ട് ഇരിക്കുക അല്ലെങ്കിൽ ക്രോഷി നൂലായിട്ടുള്ള ഓരോരോ പരിപാടികളായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ എൻ്റെ അടുത്തൊക്കെ എപ്പോഴെങ്കിലൊക്കെ വന്ന് എന്തൊക്കെയോ ഇങ്ങോട്ട് പറയും, മദ്രസ സ്കൂളത്തെ കാര്യങ്ങളൊക്കെ പറയാമെന്നല്ലാതെ എപ്പോഴും നമ്മളപ്പം അങ്ങനെ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഞാനെന്താ ഈ ഒരു ഫോൺ ഇട്ടുവെച്ച് അതിലെന്തെങ്കിലും സീരീസൊക്കെയാണ് അധികം. ഹോട്ട്സ്റ്റാറിലൊക്കെ ഒരുപാട് സീരീസുകളുണ്ടാവും. അപ്പോൾ എനിക്ക് അതും ഹിന്ദി മലയാളമാക്കിയത്, തമിഴ് മലയാളമാക്കിയത് അങ്ങനെയൊക്കെയുള്ള ഓരോ സംഭവങ്ങളായിട്ട് ഉണ്ടാവുക കൂടുതൽ. അപ്പോൾ അത് ആക്കിയിട്ട് നല്ല രസമാണ് കണ്ടിരിക്കാൻ. അപ്പോൾ കുറേ കൊലപാതക കേസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെ കണ്ട ഹരം കൊണ്ടായിട്ടായിരിക്കും ഞാനിങ്ങനെ അതാണല്ലോ. അതിൻ്റെ ഇടയ്ക്കായിരിക്കും പിന്നെ ഉമ്മ വിളിക്കൽ, അല്ലെങ്കിൽ നീന് വിളിക്കുക, തുത്ത് വിളിക്കാൻ കുറേ ഉണ്ട്. എൻ്റെ ഹസ്ബൻഡ് അറിയും എൻ്റെ ഉമ്മയെ പിന്നെ വലിയ ആൾക്കാർ കൂടി ഉണ്ടാവില്ല എത്ര കോള് വരും ഒരു ദിവസം, എത്ര കോളാണ് വരാറ്. കാരണം രാവിലെ തന്നെ അധികം ഉമ്മ വിളിക്കും. അത് കഴിഞ്ഞാൽ നീനൂട്ടിനെ വിളിച്ചോണ്ടി പറഞ്ഞേക്കുക എന്ന് പറയുന്നത് വലിയൊരു ഡ്യൂട്ടി. നമുക്ക് ചില ദിവസം 7 മണിക്കാവും ഡ്യൂട്ടി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 6 മണിക്ക് വിളിക്കണം. ചില ദിവസമൊക്കെ പിന്നെ ഉച്ചയ്ക്ക് 2 മണിക്കായിരിക്കും അങ്ങനെയാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് 2 മണിക്കായിരുന്നു. അതുകൊണ്ട് രാവിലെയൊക്കെ വിളിങ്ങ വരും കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് അതുണ്ട് ഇതുണ്ട് അവിടെ എൻ്റെ ആ ഡ്രസ്സോടെ ഈ ഡ്രസ്സോടെ എന്ന് ചോദിച്ചിട്ടും ഒക്കെ ഇങ്ങനെ വിളി വരും. അപ്പോൾ അങ്ങനെ കോളുണ്ടാവും. പിന്നെ ഉച്ചയ്ക്ക് ശേഷമാണ് അധികം മോളുവിൻ്റെത് വിളി വരിക. കാരണം ഉച്ചക്കത്തെ വരെയുള്ള പണികളൊക്കെ കഴിഞ്ഞ് ഐറൂനെയൊക്കെ ഒന്ന് ഉറക്കി സെറ്റാക്കി എന്നിട്ടൊക്കെയാണ് ഓൾ അധികം വിളിക്കുക. ഒരു 6 മണി 7 മണി ആ ടൈമിലാണ്. അപ്പോൾ ചിലപ്പോൾ തുത്തു വീഡിയോ കോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓളും കൂടി കൊണ്ട് ആഡ് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ കോൾ തന്നെ. കാരണം അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഏതായാലും ഹെഡ്സെറ്റ് ചെവിയിൽ നിന്ന് വെക്കാൻ അധികം എനിക്ക് ടൈം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അധികം കഴിഞ്ഞല്ല മോളും എനിക്ക് ഹെഡ്സെറ്റ് ചെയ്യുന്നു മീനെ വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ബർത്ത്ഡേക്ക് ഗിഫ്റ്റായിട്ട്. ആ ഹെഡ്സെറ്റ് ഇപ്പോഴും ഉണ്ട് കേട്ടോ. അതിന് ഒന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നു, ഇപ്പോഴും നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പം ഇപ്പോൾ നീനൂട്ടി അത് വാങ്ങി തന്നത്. കാരണം ഞാൻ ഏറ്റവും ഉപയോഗിക്കുന്ന സാധനം ഹെഡ്സെറ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അത് വാങ്ങി തന്നത് കേട്ടോ. എന്തായാലും നമ്മൾ അതൊക്കെ വെച്ച് ഇങ്ങനെ കാണുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നോട് ഇങ്ങനെ ഒരു വീഡിയോൻ്റെ ഒക്കെ താഴെ കമൻറ്റ് ഉണ്ടായിരുന്നു.
പിന്നെ എങ്ങനെയാണ് ഫിലിമൊക്കെ കാണുന്നത് ഫോണിൽ? നിങ്ങൾക്ക് വീഡിയോ എടുക്കാനൊരു ഫോൺ ഞാൻ ഇപ്പോൾ അത് പുതിയതൊന്ന് വാങ്ങിയതാണ് കേട്ടോ. മറ്റേത് എൻ്റെ പഴയ ഫോൺ തന്നെയാണ്. അപ്പോൾ അതിലാണ് ഞാൻ ഈ ഹോട്ട്സ്റ്റാറും പിന്നെ യൂട്യൂബും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിലാണ് ഞാൻ വീഡിയോസൊക്കെ കാണലും പാട്ട് കേൾക്കലും കാര്യങ്ങളൊക്കെ. ഇതിൽ വീഡിയോകൾ എടുക്കുക, പിന്നെ നമ്മൾ യൂട്യൂബിലേക്കുള്ള വീഡിയോകളും പിന്നെ എൻ്റെ സ്റ്റിച്ചിങ് ചാനലിലേക്കുള്ള വീഡിയോകളൊക്കെ എടുക്കുന്നത് ഈ ഒരു ഫോണിലാണ്. അങ്ങനെ അങ്ങനെ സെപ്പറേറ്റ് ആക്കി വെച്ചതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പം സമാധാനം. ആദ്യം രണ്ടും ഒരു ഫോണിലായിരുന്നു. അങ്ങനെ ആയപ്പം തുത്തൂനൊന്ന് വിളിക്കുമ്പോൾ ചിലപ്പോൾ കിട്ടൂല. കാരണം ഞാൻ വീഡിയോ ഓൺ ആക്കി വെച്ചിട്ടാണെങ്കിൽ ഫോൺ വല്ല എടുക്കണ അറിയില്ലല്ലോ. എന്നിട്ട് ഓളിനോട് എത്രയും പെട്ടെന്ന് ഫോൺ പുതിയത് വാങ്ങണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാങ്ങിയതാണ് കേട്ടോ. ഏതായാലും നമ്മൾ വർത്തമാനം പറഞ്ഞ് ഇപ്പോൾ നമ്മുടെ ചിക്കൻ കറിയൊക്കെ വെന്തപ്പോഴേക്കും ഞാൻ വേഗം കറണ്ട് അടുപ്പുമ്പോഴാണ് ചിക്കൻ കറി ഉണ്ടാക്കിയത്. ഈ ഒരു പാത്രം ഈ കറണ്ട് അടുപ്പുമ്പോൾ പോകും. അപ്പോൾ ഞാൻ വേഗം ചിക്കൻ കറി അതുമ്പോൾ ഉണ്ടാക്കും കേട്ടോ. ഇനിയിപ്പോൾ ഗ്യാസിൻ്റെ ഒരു പ്രശ്നമൊക്കെ വരുന്നുണ്ട് എന്നൊക്കെ പറയണത് ഇങ്ങനെ കേൾക്കുമ്പോൾ ഒരു ടെൻഷനാണ്. പിന്നെ ചിലപ്പം പെട്ടെന്നൊക്കെ യുദ്ധം ഉണ്ടാവാനും ഗ്യാസും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടാവാനൊക്കെ ചാൻസ് ഉണ്ട്. ഏതായാലും ശ്രദ്ധിക്കും, കഴിയുന്നിടത്തോളം ശ്രദ്ധിക്കുക ഉള്ളൂ. അപ്പോൾ ഞാൻ കറണ്ട് ചില ദിവസം കറണ്ടും ഉണ്ടാവില്ല. ഈ മഴയൊക്കെ പെയ്താൽ പിന്നെ കറണ്ടും ഉണ്ടാവില്ല. അപ്പോൾ ഉള്ള ടൈമിൽ നമ്മളിങ്ങനെ കറണ്ട് അടുപ്പുമ്മൽ വെക്കുക എന്നുള്ളൂ. അപ്പോൾ ചിക്കൻ കറി അവിടെ റെഡി ആയി, ഇനി അതൊന്ന് വെന്താൽ മതി. ബാക്കിയുള്ള അവിടെ ഈ ഭാഗത്ത് നമ്മൾ എന്താ വെച്ചാൽ കുപ്പിയും പാത്രം നമ്മൾ മുളക് പൊടി കാര്യങ്ങളൊക്കെ അപ്പുറ സൈഡിലാണല്ലോ ഗ്യാസ് അടുപ്പ് വെക്കണോടത്ത് ആയതുകൊണ്ട് ഇവിടുന്ന് വെക്കുകയാണെങ്കിൽ എല്ലാം അങ്ങോട്ട് എടുത്ത് കൊണ്ടുപോകണം കേട്ടോ. പിന്നെ അവിടെ വെച്ചുണ്ടാക്കി കഴിഞ്ഞിട്ട് ഒക്കെ ഇങ്ങോട്ട് എടുത്ത് കൊണ്ടുവന്ന് അവിടെ ക്ലീൻ ആക്കുക എന്നുള്ളതൊരു പണിയാണെങ്കിലും ഞാൻ ഗ്യാസ് വിചാരിച്ചിട്ട് അങ്ങോട്ട് തന്നെ ഒക്കെ കൂടെ കൊണ്ടുവന്നത് മല്ലിപ്പൊടി മുളക് പൊടി മസാലപ്പൊടിയൊക്കെ ഓരോരോ പാത്രത്തിൽ അതൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഉണ്ടാക്കി കഴിഞ്ഞതെല്ലാം ഇങ്ങോട്ട് കൊണ്ടുപോയി വെച്ചു കേട്ടോ. പിന്നെ അത് അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കാൻ ഒക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ചിട്ട് ക്യാബേജാണ് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ടുവച്ചത്. അപ്പോൾ ഈ ഒരു കട്ട് ചെയ്യുന്ന സാധനത്തിൽ നമ്മൾ ചിക്കൻ കൊണ്ടുവച്ചപ്പോൾ അതിൻ്റെ ഒരു ചിക്കൻ്റെ ഒരു വെള്ളമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴുകി വീണ്ടും അവിടെ തന്നെ കൊണ്ടുവച്ചതാണ്. ഈ ക്യാബേജ് കട്ട് ചെയ്ത് ക്യാബേജ് ഉപ്പേരിയും കൂടി ഉണ്ടാക്കണം. അപ്പോൾ അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ജസ്റ്റ് ഒന്ന് അരിഞ്ഞ് ഉപ്പേരി ഉണ്ടാക്കുക. ചിക്കൻ കറി ചോറും ക്യാബേജും ഇതൊക്കെ മതി അല്ലേ. പിന്നെ ഞാൻ കിച്ചണ് തുടച്ചിട്ടില്ല കേട്ടോ. കിച്ചണിൻ്റെ അവിടെ അടിച്ചേരിയിട്ടില്ല, തുടച്ചിട്ടില്ല. അത് നമ്മൾ ഉച്ചക്കത്തെ ഫുഡടിയൊക്കെ കഴിഞ്ഞിട്ട് സെറ്റാക്കാമെന്ന് കരുതി. എന്നാലും ക്യാബേജ് ഇതാ നന്നായിട്ട് ഒരു മുറിയെ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഒന്ന് അത് അരിഞ്ഞപ്പോഴേക്കും എനിക്ക് തോന്നി അത് മതിയാവുന്നു. പിന്നെ അത് വേഗം ഉപ്പേരിയാക്കിയിട്ട് അവിടെ അടുപ്പത്ത് ഗ്യാസ് അടുപ്പുമ്മലും വെച്ചു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ലഞ്ചിനുള്ള പരിപാടി കിട്ടും. പിന്നെ ഞാൻ പറയില്ല ഇനി ഇതുമോ പപ്പടമാണെന്ന് പറഞ്ഞാൽ നിർബന്ധമായിട്ട് പപ്പടം കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതെന്തായാലും പൊരിക്കണം. അപ്പോൾ ഈ ക്യാബേജ് വേണ സമയത്ത് പപ്പടവും പൊരിച്ച് വേഗം ഞാൻ പിന്നെ എന്താ പറയുക മേശപ്പുറത്ത് കൊണ്ടുപോയി വെക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ അപ്പോഴേക്കും എനിക്ക് പിന്നെ ഞാൻ നല്ല ടയർഡായിട്ടുണ്ട് ഈ പനിയുള്ളത്. അല്ലെങ്കിൽ നമുക്ക് ഈ നേരം ആകുമ്പോഴൊന്നും അങ്ങനത്തെ പ്രശ്നമൊന്നും വരാറില്ല. അപ്പോൾ പനിച്ചതുകൊണ്ട് ഇപ്പോഴും ഞാൻ സംസാരിക്കുമ്പോഴും ഉണ്ട് എനിക്ക് ഒരു എന്താ പറയുക ക്ഷീണമൊക്കെ കേട്ടോ. അപ്പോൾ ഒന്ന് പെട്ടെന്ന് അപ്ലോഡ് ആക്കാമെന്ന് വിചാരിച്ച് ഞാൻ വോയിസ് കൊടുത്തതാണ്. കുറച്ച് ദിവസമായി പിന്നെ ലോങ് വീഡിയോ ഒക്കെ ഇട്ട് കിട്ടും. അപ്പോൾ വേഗം പപ്പടം പൊരിച്ചു ഇതൊക്കെ ആക്കിയിട്ട് ഞാൻ പിന്നെ മേശപ്പുറത്ത് കൊണ്ടുവച്ചിട്ട് കുറച്ച് നേരം കടന്നു. പിന്നെ മൂപ്പര് പള്ളിയിൽ നിന്നൊക്കെ വന്നതിന് ശേഷമാണ് ഫുഡ് കഴിക്കാൻ വന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എനിക്ക് ഞാൻ രാവിലത്തെ പുട്ടായിട്ട് എടുത്തത്. എനിക്ക് ചോറിനേക്കാളൊക്കെ ഇഷ്ടം ഇതാണ്. പിന്നെ ഗുളികയും കുടിക്കാനുണ്ട്. അപ്പോൾ ഞാൻ പുട്ട് ഒരു കഷ്ണം പുട്ട് കൊടുത്തു. പിന്നെ രാവിലത്തെ കടലയും ഗ്രീൻ പീസൊക്കെ ഇട്ടിട്ടുള്ള കറിയുണ്ട്, പപ്പടവും ഇതൊക്കെ എടുത്ത് ചിക്കൻ കറിയൊക്കെ കൂട്ടിയിട്ട് ഞാൻ കഴിച്ചു. ഇതുമ്പോൾ അതാ ചോറ് എടുക്കുന്നുണ്ട്. ഓള് പിന്നെ ചോർക്ക് കറി ചിക്കൻ കറിയൊന്നും പാരൂല കേട്ടോ. ഓൾക്ക് മോര് കറി പരിപ്പ് കറിയൊക്കെ ആണെങ്കിൽ ഓൾ പാരൂല. അപ്പോൾ അവളെപ്പോഴും പറയുമ്പോൾ ഈ സാധാ ചോറ് ഉണ്ടാക്കുകയാണെങ്കിൽ അമ്മച്ചിക്ക് മോര് കറി ഉണ്ടാക്കി കൂടെ പരിപ്പ് കറി ഉണ്ടാക്കി കൂടെ എന്നൊക്കെ പറയും. പക്ഷേ വയ്യ നമ്മൾ ചിക്കൻ ഉണ്ടായപ്പോൾ പിന്നെ ഞാൻ വേഗം ചിക്കൻ കറി ഉണ്ടാക്കി അങ്ങനെ ഉണ്ടായതാണ് കേട്ടോ. എന്തായാലും ഓളവിടെ ഉപ്പും വെളിച്ചെണ്ണയൊക്കെ ആക്കിയിട്ട് പപ്പടമൊക്കെ വെച്ചിട്ട് അങ്ങനെ ചോറാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ ഒന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ എന്നോട് അമ്മച്ചി പോയി ഫുഡ് കഴിച്ചിട്ട് പോയി കടന്നോ, പാത്രമൊക്കെ കഴുകിക്കോളാം എന്നൊക്കെ പറയണേ ഇവിടെ. അതാണ് ഞങ്ങളിങ്ങനെ സംസാരിച്ച് നിൽക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു ചെറിയ പ്ലേറ്റും കാര്യങ്ങളൊക്കെ കഴുകിയാൽ മതി, ബാക്കി വെച്ച് മോറിക്കോളാം എന്ന് പറഞ്ഞു. ഓളവിടെ പ്ലേറ്റ് കഴുകിക്കൊണ്ട് നിൽക്കുന്നത്. ബാക്കിയുള്ള പാത്രം അവിടെ വെച്ചാൽ വെച്ച് മോറിക്കോളാം, കുറച്ചേരം കിടക്കട്ടെ എന്നും പറഞ്ഞ് ഞാൻ പോയി കടന്നു കേട്ടോ. അപ്പോൾ പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനോ ഒന്നിനും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. ഉച്ചയ്ക്ക് ശേഷമൊന്നും ഞാൻ പിന്നെ കുറച്ച് നേരം കിടന്നു ഉറങ്ങി. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.